ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാവ്യാഞ്ജലിസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡായ പാവ് ബാജിയുടെ റെസിപ്പി ആയിട്ടാണ്. പാവും ബാജിയും നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഓവനൊന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കിയെടുക്കാം. ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചൂടുപാൽ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഈസ്റ്റും 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റിന് ശേഷം 1/2 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കണം. 240 ml കപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ് ബണ്ണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബോൾ ഷേപ്പിലോട്ട് ആക്കണം. അതിന് വേണ്ടിയിട്ട് മാവെല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ അടിയിലോട്ട് ടക്ക് ചെയ്ത് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഒരു ബോൾ ഷേപ്പിലോട്ട് കുഴച്ചെടുത്ത് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ മാവെല്ലാം നല്ലതായിട്ട് ടക്ക് ചെയ്ത് ഒരു ബോൾ ഷേപ്പിലോട്ട് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ശരിക്കൊന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ലവണ്ണം കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന ഈസ്റ്റൊക്കെ ഡേറ്റ് ഒന്നും കഴിയാത്തത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ മാവ് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കണം. എന്നിട്ട് ഓരോ ഭാഗവും നമ്മൾ ഒരു ബോളാക്കി എടുക്കണം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ബോൾ പിടിക്കുന്ന പോലെ തന്നെ ഇതും അതുപോലെ തന്നെ പിടിച്ചെടുക്കണം. നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെയും തമ്പ് ഫിംഗറിൻ്റെയും ഇടയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ തെറിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ബോളായിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ എല്ലാ ബോൾസും ഇങ്ങനെ അടിയിലോട്ട് ടക്ക് ചെയ്തതിന് ശേഷം ഇൻഡെക്സ് ഫിംഗറിൻ്റെയും തമ്പിൻ്റെയും ഇടയിലൂടെ തെറിപ്പിച്ച് ബോളാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഈ ബോൾസ് എല്ലാം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കണം. ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബട്ടർ കൂടെ തേച്ച് കൊടുത്തിട്ട് ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്തിട്ട് ഒന്ന് 20 മിനിറ്റോളം കവർ ചെയ്ത് വെച്ചിരിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചരുവത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ ഉപ്പ് കറുത്തിരിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഉപ്പായതുകൊണ്ടാണ്. അതിലേക്ക് ഒരു റിങ്ങോ തകിടോ ഇറക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ ബോൾസ് എല്ലാം നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചരുവത്തിലോട്ട് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. പാവ് തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാജി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തത്, 3 തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 3 പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി പൊടിച്ചെടുത്തത്, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് ബട്ടറാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്രീൻ പീസ് വേണം. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാനിവിടെ ഉണങ്ങിയ ഗ്രീൻ പീസ് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം നല്ലവണ്ണം വേവിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് പാവ് ഭാജി മസാല ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന ബണ്ണിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് എടുത്ത് മാറ്റാം.
നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അത് ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ച് അതിൻ്റെ മുകൾ വശം കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ബണ്ണ് നല്ലവണ്ണം സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയങ്ങ് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബണ്ണ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ബണ്ണാണ്. ബാജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. 3 തക്കാളിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തക്കാളിക്കയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പട്ടാണി നന്നായിട്ട് മാഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം. 3/4 കപ്പോളം പട്ടാണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പട്ടാണിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിക്ക് ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം പാവ് ഭാജി മസാല. നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. 1 ടീസ്പൂണോളം കസൂരി മേത്തി, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 3/4 കപ്പോളം ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പാവ് ഭാജി മസാല, 1/2 ടീസ്പൂൺ കസൂരി മേത്തി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് കട്ടിയായിട്ടിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കണം. നിങ്ങൾക്ക് എത്ര ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് എടുക്കണം. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാജി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ പരുവത്തിലാണ് ബാജി എടുത്തിരിക്കുന്നത്. ബാജിക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ ഫുഡ് കളർ ഏതെങ്കിലും യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് പാവ് ഒന്ന് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം പാവ് ഭാജി മസാല, കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവ് രണ്ടായിട്ടിങ്ങനെ മുറിച്ചിട്ട്, മുഴുവനും മുറിക്കരുത്, ഒരു പകുതി 1/4 ഭാഗത്തോളം മുറിച്ചെടുക്കണം. മുറിഞ്ഞു പോവുകയായിരുന്നു. അതുപോലെ മുറിച്ചെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അകത്തോട്ടൊക്കെ നല്ലവണ്ണം മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഒരു വശം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ചൂടായതിനു ശേഷം നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ അടുത്ത ബണ്ണും ബട്ടറിൽ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 വശവും ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പാവ് വെച്ച് കൊടുത്തതിന് ശേഷം ബാജിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ സൈഡിലോട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ഈ ബാജിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പാവും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ബാജിയുമാണ്. ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്